ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട നമ്മുടെ സ്നിക്കേഴ്സ് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ 1.5 കപ്പ് റോസ്റ്റ് ചെയ്തിട്ടുള്ള നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 200 ml ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് അരിഞ്ഞു പോരുത്. അപ്പോൾ അത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള പീനട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊരു സ്പാച്ചിൽ വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തൊന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഇത് അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ക്യാരമൽ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കടല എടുത്തിട്ടുള്ള അതേ ഗ്ലാസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അളവിന് വേണ്ടിയിട്ട്. ചൂടായിട്ടുള്ള പാനിലേക്ക് പഞ്ചസാര ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരം സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ അത് താനെ മെൽട്ടായി വന്നോളും. മെൽട്ടായി കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര കരയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇവിടെ മെൽറ്റായി വരുന്നുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്രഷ് ക്രീം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സിമ്മിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് സിമ്മിലിട്ടിട്ട് വറ്റിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ
സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു ക്രീം ടെക്സ്ചറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ ഇത് അവിടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് റോസ്റ്റ് ചെയ്തിട്ടുള്ള കടലയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ബേസിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ചൂടെല്ലാം പോയതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല, സാധാ നോർമൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതാ ഒരു അരമണിക്കൂറിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിലേക്ക് ഒരു 150 ഗ്രാം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇനി അതിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. കൂടെ ലൈക്കും ചെയ്യണേ.